ഹായ് ഗായ്സ്, ഫിഷിംഗ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വെറൈറ്റി വീഡിയോ ഞങ്ങളെ പരിചയപ്പെടുന്നത്. കാരണം വേറെ ഒന്നല്ല, ഞാൻ റോഡ് റീല് കാര്യങ്ങൾ ഏറ്റവും താരങ്ങളെല്ലാം ഒരു ഷോപ്പിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ് നിൽക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്ക് ആലപ്പുഴ പോകുന്ന റൂട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ കമോൺ ആഗിൻ്റെ സെക്കൻഡ് ബ്രാഞ്ചായ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി വീഡിയോ എടുക്കും. ഈ വരുന്ന ലൊക്കേഷൻ പറഞ്ഞാൽ പെരുന്നീന്ന് നേരെ ആലപ്പുഴ റൂട്ടിലോട്ട് വരുന്ന റൂട്ടാണ് കേട്ടോ. പെരുന്നീന്ന് ആലപ്പുഴ ഉണ്ടല്ലോ. ആലപ്പുഴക്കാർക്കും കോട്ടയംകാർക്കും തിരുവനന്തപുരക്കാർക്കും എല്ലാം ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. ഇനി നമുക്ക് ബാക്കി വിശദങ്ങളെല്ലാം അകത്തോട്ട് കാണാം. നമുക്ക് മുത്തേട്ടെ പരിചയപ്പെടാം കേട്ടോ. മുത്തേട്ടൻ കേട്ടോ. ചേട്ടാ, നമ്മുടെ ഈ ഷോപ്പിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് കേൾക്കുന്നുണ്ട്. ചേട്ടാ, ഞാൻ എവിടെ പോകും, ഇവിടെ തന്നെ ഏത് മൂട് വിടുന്ന സ്റ്റിക്ക് എല്ലാം അതിനെല്ലാം കറക്റ്റ് മറുപടി അറിയാമല്ലോ. സന്ദീപ് നമ്മുടെ തിരുവല്ല സ്റ്റോറിൽ നിന്ന് തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ല ഷോപ്പിലെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. ഇതിപ്പം നമ്മുടെ ഇവിടെ ചങ്ങനാശ്ശേരി സ്റ്റോറിലോട്ട് വന്നപ്പോഴേക്കും പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. പറയാനും നന്ദി. പിന്നെ നമുക്ക് ഫ്രോഗുകളിലെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ശ്രദ്ധിച്ചോ, ബ്രാവോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഓൾ ഇന്ത്യ ബേസിൽ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ബ്രാവോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പ്രോഗി വാരിയറുടെ പ്രോഗി എന്ന് പറയുന്ന ബ്രാൻഡ്, പ്രോഗിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മോഡൽസും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 150 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾ. പിന്നെ അതുപോലെ തന്നെ നോർമൽ ഫ്രോഗുകൾ നമുക്കൊരു 80 ആ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റബിൾ ബ്രാൻഡാണ്. കഴിഞ്ഞ 5.5 വർഷം കൊണ്ട് ഞങ്ങൾ ബിൽഡ് ചെയ്തെടുത്തൊരു ട്രസ്റ്റ് ഉണ്ട് കസ്റ്റമേഴ്സിനിടയിൽ. അതുപോലെ തന്നെ ഞങ്ങൾ സെയിൽസിലും സർവീസിലും റിപ്പയറിങ്ങിലും പക്കയായിട്ടാണ്. ഞങ്ങൾക്ക് ഒരു ടീം തന്നെ ഉണ്ട് സെയിൽസ് സർവീസ് എല്ലാം ചെയ്യാൻ. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. ഒരു ഫ്രണ്ട്ലി ആയിട്ട് വേണ്ട, എനിക്കൊരു കുറഞ്ഞ പോക വേണം, കുറഞ്ഞ റീല് വേണം, കുറഞ്ഞ പോക വേണം. അപ്പൊ അവർക്കായിട്ടൊരു എല്ലാവരും കൊടുക്കും. നമുക്കൊരു 400 രൂപ തൊട്ടൊക്കെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. 400 റുപ്പീസ് തൊട്ട്, അതായത് ഒടിയ മീൻസ് മീൻ പിടിച്ചൊടിയാത്ത റോഡ്. പിന്നെ അതുപോലെ തന്നെ റീലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞോട്ടെ 300 രൂപയ്ക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ കൂട്ടിയിട്ടിട്ട് കുറച്ച് കാണിക്കുന്ന പരിപാടിയില്ല. അനാവശ്യമായിട്ടുള്ള ഓഫറുകൾ തള്ളി കയറ്റി വെച്ചിട്ട് ആ പരിപാടിയൊന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും ഒരു മറ്റുള്ള ബ്രാൻഡിനെ തോപ്പിക്കാനോ നശിപ്പിക്കാനോ ഒരു രീതിയിൽ നമ്മൾ നോക്കത്തില്ല. നമ്മുടെ ബ്രാൻഡിനെ വളർത്തുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതി കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ഇത്രയും വർഷം ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും ഞങ്ങളെ നന്നായിട്ട് അറിയാം. ഞങ്ങള് എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നതെന്നും ഞങ്ങൾ ഇത്രയും നാളെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്തെന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് അറിയാം. സോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറഞ്ഞില്ലേ, സന്ദീപ് ബ്രോ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ലോ ബജറ്റ് തൊട്ട്, അതായത് ഒരു ആസ് എ ബിഗിനർ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുള്ളൂ, ആ 1000 രൂപയ്ക്ക് നിങ്ങൾ റോഡ് ആൻഡ് റീലിന്റെ കോംബോ സെറ്റ് ചെയ്ത് തന്നിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ 1500 രൂപയുണ്ടോ 1500 രൂപ ചെയ്ത് തന്നിരിക്കും. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം, ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ടും തരുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പറയാം, കമോൺ ഐഗ്ലാസിന്റെ ഒരു വളരെ താഴെ തട്ടിന്ന് കയറി വന്ന ഒരു പ്രസ്ഥാനമുണ്ട് കേട്ടോ. സന്ധ്യ അറിയാലോ, വളരെ താഴെ തട്ടിന്ന് കയറി വന്ന, അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയായി. ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ അത്ര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും അവരോട് കള്ളത്തരം കാണിക്കാതെ വന്നുകൊണ്ടാണ്
നമുക്കും ഈ 5 വർഷമായിട്ട് ഇങ്ങനെ ഒരു ഇപ്പൊ ഇത് ഞങ്ങളുടെ 2ാമത്തെ ഷോറൂമാണ്. നല്ല രീതിയിലേക്ക് വരാൻ പറ്റി. ആ ഒരു ട്രസ്റ്റ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യും. ഇപ്പം സന്ദീപിന്റെ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഒക്കെ ഞാൻ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം, ഞങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ ഞങ്ങൾ ഒരു വെള്ളം കലർത്തത്തില്ല. ടു ബി ഫ്രാങ്ക്, വളരെ വ്യക്തമായിട്ടാണ് ഞങ്ങൾ ആ ഒരു കാര്യം പറയുന്നത്. ഞാൻ എന്റെ കൂട്ടുകാരുടെ മെസ്സേജ് ചോദിച്ചേട്ടാ എന്റെ കുറിച്ച് റീൽ റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഓ ഷുവറായിട്ട് ചോദിച്ചു. അപ്പൊ റിപ്പയറിംഗ് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്? റിപ്പയറിംഗ് പാർട്സ് അവൈലബിൾ എല്ലാം നമുക്കുണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ വെളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന റീലാണെങ്കിൽ മാക്സിമം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നോക്കും, പ്രിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കാൻ നോക്കും. പക്ഷെ അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനോട് പറയും പറ്റില്ലാന്ന്. പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ നമ്മൾ ക്ലിയർ ആക്കി തന്നെ കൊടുക്കും. പിന്നെ ഈ പറയുന്നത് ലോകത്തില്ലാത്ത വിലയൊന്നും ഇവിടെ മേടിക്കുന്നില്ല. ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ റിപ്പയറിങ് ഒക്കെ ഞങ്ങളുടെ ടീം തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങള് ഷോറൂമിൽ കൊടുക്കുന്നത് പ്രൊഡക്റ്റിന്റെ അതായത് ഡയറക്റ്റ് നമ്മൾ ഷോറൂമിൽ കൊടുക്കുന്ന ചില പ്രൊഡക്ട്സ് ഉണ്ട്, ചില ബ്രാൻഡുകൾ. അതിനാണെങ്കിൽ പോലും ഞങ്ങളൊരു തുച്ഛമായ മാർജിൻ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഭയങ്കര ഒരു ഭീമമായ തുകയൊന്നും ഞങ്ങള് ഒരിക്കലും എന്താ പറയണ്ട ഈ സർവീസിങ്ങിനോ റിപ്പയറിങ്ങിനോ ഒന്നും വാങ്ങിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ഞങ്ങള് ഉടനെ തന്നെ നമ്മളിങ്ങനെ വാറന്റിയെ കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ കമ്പനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ചിനെ കുറിച്ചും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ നമ്മൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഉറപ്പായിട്ടും അത് ഉടനെ ചെയ്യും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ. ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇനി നമുക്ക് കുറച്ച് വാഗ അങ്ങനെ കുറെ കാര്യങ്ങൾ അടിക്കുന്ന കുറച്ച് ലൂർസ് നിങ്ങൾ പരിചയപ്പെടുത്താം. ഇതൊക്കെ തന്നെ പരിചയപ്പെടുത്തി. നമുക്ക് വാഹ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്രൊഡക്ടറി ഫിഷുകളാണ്. അത് ടോപ്പ് വാട്ടർ ലൂർസുകളാണ് കൂടുതലായിട്ട് അടിക്കുന്നത്. ടോപ്പ് വാട്ടർ മിഡ് റേഞ്ച് ഒക്കെ ഉള്ളതിനകത്താണ് കൂടുതൽ അടിക്കുന്നത്. അങ്ങനെയുള്ള ടോപ്പ് വാട്ടറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റോം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇസഡ് സ്റ്റിക്ക് എന്ന് പറയും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അതിന്റെ ഈ വൈറ്റ് കളർ ഉണ്ടല്ലോ, ഈ പേൾ വൈറ്റ് കളറൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ ഈ സിൽവർ പാറ്റേൺ അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബിന്റെ ടോപ്പ് വാട്ടർ കിട്ടും. ഏകദേശം ഒരു 350 രൂപ ആ റേഞ്ചിനകത്ത് നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സ്പൂൺ ലൂറുകളൊക്കെ നമുക്ക് ശരിക്കും 40 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്പൂൺ ലൂറുകൾ 40 റുപ്പീസ്. പിന്നെ ഒരുപാട് സസ്യ ഹിരാമി, അതുപോലെ തന്നെ ബുള്ളറ്റ്, ഫിഷാർട്ടിന്റെ ബുള്ളറ്റ്, ഹവർ ജെറ്റ് എന്ന് വേണ്ട ലിഗ്മയുടെ കുറേ ലൂർസ് ഉണ്ട്. ഒരുപാട് ലൂറുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരിക. വരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. ഒറ്റൊരു കാര്യം പറഞ്ഞാൽ ഓൾ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും അയച്ചു തരണം. ഓൾ ഇന്ത്യയിൽ എവിടെ വേണം നമുക്ക് ഡെലിവറി ഉണ്ട്, ഡെലിവറി സർവീസ്. ബജാജ് EMI ഉണ്ട്. നമുക്ക് EMI വരുന്നതെന്ന് പറഞ്ഞാൽ ബജാജ് EMI വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈൻ ലാബ്സ് EMI വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് EMI എല്ലാം നമ്മൾ അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള EMI ഓപ്ഷൻസ് നമുക്കുണ്ട്. നിലവിൽ നമുക്ക് EMI നമ്മൾ ചെയ്യുന്നുണ്ട്. ഫിഷിങ്ങിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കാരണം ഞാൻ തിരുവല്ലയാണ് ഷോപ്പ്. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ഞാൻ ഫിഷിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതൊക്കെ അറിയാമല്ലോ, എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എനിക്ക് എന്ത് പറയുക ഒരു സ്നാപ്പോസ് ഇവിടെ സാധനങ്ങൾ ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പോഴും പറയാം, നമ്മുടെ കടയുടെ ഉദ്ഘാടനം നമ്മുടെ ഇപ്പൊ എന്നെ കുറച്ച് നാളായിട്ട് കാണുന്ന എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അറിയാമല്ലോ. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് അറിയാം, നമ്മളെപ്പറ്റി ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വളർച്ച കണ്ടിട്ടായിരിക്കും ഒന്നാമത്തെ കാര്യം. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിന്നെ ചില ആളുകളെ കൊണ്ട് പറഞ്ഞ് മോശം പറയിക്കുമ്പം പോലും ഈ പറയുന്നവർക്ക് അറിയത്തില്ല, അവർക്ക് ഒരു ഇന്റേണൽ ഇഷ്യൂസും അറിയത്തില്ല, ബിസിനസിന്റെ പ്രശ്നങ്ങൾ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു സമയത്ത് എനിക്ക് പ്രൊഡക്റ്റ് തരില്ലെന്ന് പോലും ഡീലേഴ്സിനോട് ബ്ലോക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വരെ നോക്കിയ സമയത്ത്. കാരണം അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പറയുന്നത് അറിഞ്ഞുകൊണ്ടല്ല, എന്നെ കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മളെ അറിയുന്ന ജനങ്ങൾക്ക് നമ്മളെ അറിയാം. ഞാൻ ഒരു മനുഷ്യനോട് പോലും നമ്മൾ ഒരു ദ്രോഹം ചെയ്തതാണ്. അപ്പൊ നമ്മുടെ KNK എന്ന് പറയുന്നൊരു മനുഷ്യനും ശ്രദ്ധിച്ചാൽ മതി. ഒരു ജാടയോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ കേസെന്ന് പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളാണ്. നമ്മളൊക്കെ താഴെ തട്ടിന്ന് വന്നതിന്റെ ഇരിക്കുന്നതിന് മുമ്പ് കാലം നീട്ടിയ ആൾക്കാരല്ല. അപ്പം വളരെ കഷ്ടപ്പെട്ടും നമ്മളെല്ലാം ഓരോ പടി ചവിട്ടി കയറി വന്നുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള തന്മയത്വമുണ്ട്. നമ്മൾ ആ കഷ്ടപ്പാടിന്റെ വില നമുക്കറിയാം. ഇവിടെ ഞാൻ വരുന്നതിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഡെയിലി ബേസിന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചേട്ടന്മാരൊക്കെ. അവരൊക്കെ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അവർ ഓടി വന്നിട്ടേ വൈകുന്നേരത്തെ പണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ 9 മണി വരെ ഉണ്ട്. ചങ്ങനാശ്ശേരി കട ഒരു 9 മണി വരെ ഉണ്ട് രാത്രിയിൽ. രാവിലെ 9 തൊട്ട് രാത്രി 9 മണി വരെയാണ് ചങ്ങനാശ്ശേരി കട.
അപ്പോൾ അവരൊക്കെ ഓടി ഇങ്ങോട്ട് വന്നിട്ട് പണി കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ കഴിയും, അല്ലെങ്കിൽ ഒരു 7 മണിയാകുമ്പോഴേക്കും 30 പറഞ്ഞാൽ ഓടി വരുന്നത്. ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും അവർ കവറൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്, വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം, വീട്ടിലെ ഒരു ശമ്പളത്തിൻ്റെ ഒരു കൊടുക്കേണ്ടതിൻ്റെ ഒരു പങ്ക് അവരിവിടെ. അപ്പം അവരൊക്കെ എന്തോ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മീൻപിടുത്തം ഒരു പാഷനാണ്, ഒരു ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു സംഭവം. രാവിലെ എഴുന്നേറ്റ് ചൂണ്ടയിടാൻ പോകുന്നു, ഏതാ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലിയ. അപ്പം നമ്മളിതൊക്കെ കാണുന്നതാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള റേറ്റും അങ്ങനെയുള്ള റേറ്റുകളും കാര്യങ്ങളും സാധാരണക്കാർക്കായിട്ടുള്ള എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് കാര്യങ്ങളല്ല. സർവീസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണ്ടോ, നിങ്ങൾക്ക് സർവീസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ പോലും വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് അത്രയും കസ്റ്റമേഴ്സിനോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടും നോളേജ് അറിയില്ല, അത് നല്ല നോളേജ് ഉള്ള സ്റ്റാഫുകളെയാണ് ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നത്. അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തരും. ഞങ്ങളുടെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തരും, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതൊക്കെയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. കാരണം നിങ്ങൾ ഇവിടുന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് പോയി പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടണം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടണം. അതെപ്പോഴും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അതൊക്കെയാണ് നമ്മളിപ്പോൾ പറയാനുള്ളത്. പിന്നെ ഈ പറയുന്ന തൊട്ട് മഴക്കാലമാണ്, ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ, ഒത്തിരി ഓഫേഴ്സ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് റോഡ് റീല് ബൈക്ക് സ്റ്റൈലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് ഞാൻ ഒറ്റ കാര്യം പറയാം, ഭയങ്കരമായിട്ടും വില കുറച്ചാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ അത്രമാത്രം ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം. ലൊക്കേഷൻ ഇതിൻ്റെ ചങ്ങനാശ്ശേരി സ്റ്റോറിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചങ്ങനാശ്ശേരി സ്റ്റോർ ഉണ്ടല്ലോ, നമ്മുടെ ചങ്ങനാശ്ശേരി സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് ചങ്ങനാശ്ശേരി സ്റ്റോർ. അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NSS ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നോക്കിയോ, ട്രിവാൻഡ്രത്തു നിന്നും കോട്ടയം റൂട്ടിൽ നിന്നും വരുന്നവർക്ക് NSSൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. NSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് NSS കോളേജ് ഒക്കെ ഇരിക്കുന്നത്, ആ കോളേജിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു വഴി കാണുന്നുണ്ട് ആലപ്പുഴയിലോട്ടുള്ള റോഡിലോട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ വലത് സൈഡിൽ തന്നെ ഗ്ലാസ് ഇട്ട ബിൽഡിംഗ് ആണ് നമ്മുടെ ക്ലാസിൻ്റെ. അതുപോലെ തന്നെ ഒരു 250 മീറ്റർ മാറിയിട്ടാണ്, അതായത് ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുമ്പോൾ ഇടത്തോട്ട് ഇങ്ങനെ തിരിയണം, കോട്ടയം സൈഡിൽ നിന്ന് വരുമ്പോൾ വലത്തോട്ട് തിരിയണം. അതായത് ആ ജംഗ്ഷനിൽ നിന്ന്, പെരുന്ന ജംഗ്ഷൻ എന്ന് പറയും, ജംഗ്ഷനിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് വരുമ്പോൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ എൻഡിങ്ങിൽ എത്താറാകുമ്പോൾ ഇടത് സൈഡിലായിട്ട് നമ്മുടെ ഷോപ്പുണ്ട്. ഗ്ലാസ് ഇട്ട് നീളത്തിൽ കിടന്ന ബിൽഡിംഗാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, ലൊക്കേഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ ചോദിച്ചത് വേറെ ഒന്നല്ല, നമ്മുടെ ഇപ്പം മഴ സീസണല്ലേ, മഴ സീസണാകുമ്പോൾ ഒരു വല ഇറങ്ങുന്നുണ്ട്, ആ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മീഷോയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചൈനീസ് നെറ്റാണ്. ചൈനീസ് നെറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ വളരെ ഹോൾസെയിൽ പ്രൈസ്, അത് റേറ്റ് ഏറ്റവും കുറച്ചാണ്. നമുക്ക് 6 ഫീറ്റ് 7 ഫീറ്റ് 8 ഫീറ്റ് 9 ഫീറ്റ് 10 ഫീറ്റ് 12 ഫീറ്റ് 11 ഫീറ്റ് ഇല്ല, സ്റ്റോക്കില്ല, 12 ഫീറ്റ് ഇത്ര സ്റ്റോക്ക്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂണ്ടയിടാൻ അറിയാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും. 2-3 കാര്യങ്ങളുണ്ട്. ലേഡീസൊക്കെ ഒരുപാട് പേര് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഒറ്റ എറിഞ്ഞാൽ പക്കായിട്ട് വീരി ചെയ്യും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം നമ്മുടെ കയ്യിൽ ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മുടെ നോർമൽ വല പോലെ തന്നെ. ഇത് പിന്നെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിക്കുക, ഇത് കഴിഞ്ഞ് ഈ വളയത്തേൽ ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് ഈ വളയത്തേൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ജസ്റ്റ് കണ്ടോ, ഇതിങ്ങനെ വീശി കൊടുത്താൽ മാത്രം മതി. ഇത് ഞാൻ എൻ്റെ കയ്യെ കയറ്റിയിടാത്തതുകൊണ്ടാണ്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വീശി കൊടുത്ത് പപ്പടം വിരിയതോട്ട് വിരിയും, വട്ടത്തിൽ വിരിയും. ഇതാണ് ഈ ചൈനീസ് സെറ്റിൻ്റെ പ്രത്യേകത. സോ എന്തായാലും ഈ വലയുടെ ഞാൻ പറഞ്ഞില്ലേ 6, 7, 8, 9, 10, 11 സ്റ്റോക്കില്ല, 12 ഉണ്ട്, അതായത് 12. ഇത്രയും അടിയാണ് വരുന്നത്, അടിക്കണക്കാണ്. ഇത്രയും അടി നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പൊടിക്കണ്ണിയാണ്, ഒരു വെള്ളാട്ടം വരും, ഒരു വെള്ളാട്ടമാണ് ഇതിൻ്റെ കണക്ക് വരും. അപ്പം ഇത്രയാണ് നമ്മുടെ ചൈനീസിനെ കുറിച്ച് പറയാൻ. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഉറപ്പായിട്ടും അതുകൊണ്ട് ഇപ്പോൾ ഈ വലയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ റോഡ് റീല് അതുപോലെ ഫ്രോക്കുകളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാം. ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഡിസ്കൗണ്ട് വരും. സന്ദീപ് ബ്രോയുടെ ചാനലിലെ പേര് ഫിഷിംഗ് ലൈക്സ്, അതുപോലെ തന്നെ സന്ദീപ് ബ്രോയുടെ പേരോട് പറയണം, അത്ര മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളെല്ലാം ഒറ്റൊരു കാര്യം കേട്ടോണം, ഞാൻ ഈ വീട് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുക, കറുക്കാരെ പറഞ്ഞേ കേട്ടോ, സ്വന്തം ചേട്ടനെ കേട്ടോ, പറഞ്ഞേ കേട്ടോ, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ ഇവിടെ വന്നേക്കണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.